ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സാമ്പിളിലായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊജക്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്, പ്രൊജക്ഷൻ മാപ്സ്. അപ്പോൾ ഈ പ്രൊജക്ഷൻ മാപ്സ് ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ റിയൽ ലൈൻ R2 അതായത് R ക്രോസ് R കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ R ക്രോസ് R കൺസിഡർ ചെയ്യുമ്പോൾ ഞാനൊരു പോയിൻ്റ് എടുക്കുന്നു. ഓക്കെ, XY R2ൽ നിന്ന് ഒരു ഓർഡേഡ് പെയർ XY കൺസിഡർ ചെയ്തു. ഞാൻ ഈ R2ൽ നിന്ന് R ക്രോസ് R ആണല്ലോ, അത് R ക്രോസ് R തന്നെ എടുക്കാം. ഓക്കെ, ആറിലോട്ട് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഈ XYനെ അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റായ എക്സിലോട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താണ്? നമ്മൾക്ക് എക്സ് വരും അല്ലേ, എക്സ് ആണ് ഫസ്റ്റ് കോർഡിനേറ്റ്. സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ്? വൈ വരും. ഫസ്റ്റ് കോർഡിനേറ്റ് എക്സും സെക്കൻഡ് കോർഡിനേറ്റ് വൈയും ആണ്. അപ്പോൾ ഞാൻ ഈ ഓർഡേഡ് പെയറിനെ അങ്ങനെ തന്നെ പ്രൊജക്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ലൈന് നിങ്ങളൊരു നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ് ആക്സിസ് മൂവ് ചെയ്യുന്നത് പോലെ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈ ആക്സിസ് മൂവ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ മുന്നിൽ ആക്സിസ് ഉണ്ട്. അപ്പോൾ അതായത് പ്ലെയിൻ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. ആ പ്ലെയിനിൽ ഇങ്ങനെ ഒരു പോയിന്റും കൂടി കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിൽ ഞാനൊരു ടോർച്ച് വെച്ചു എന്ന് കരുതുക. മേലെ നിന്ന് ഒരു ടോർച്ച് വെച്ചു എന്ന് കരുതുക. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതൊരു മുത്താണെന്നാണ് ഇമാജിൻ ചെയ്യേണ്ടത്, ഒരു വീട് ആണെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ നിഴൽ ഇവിടെയാണ് ടോർച്ച് വെച്ചെങ്കിൽ ആ നിഴൽ എങ്ങോട്ടാണ്? എക്സിലോട്ടാണ് വരുന്നത് അല്ലേ, അതായത് ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യാൻ മാപ്പ്. ഇനിയിപ്പോൾ ഞാൻ വെക്കുന്ന ഈ ഒരു ലൈറ്റ് ഈ ഒരു സൈഡിലാണുള്ളതെങ്കിൽ ഈ വീടിൻ്റെ ഈ ഒരു നിഴൽ എവിടെയാണ് വരിക? നമുക്കിതാ ഈ ഒരു പോയിന്റ്, അതായത് വൈ ആക്സിസിൽ എവിടെ ടച്ച് ചെയ്യുന്നു എന്നത് നോക്കുക. അപ്പോൾ എന്താണ്? ഇവിടെ വരും. അപ്പോൾ അതൊരു പ്രൊജക്ഷനാണ്. ഈ ഓർഡേഡ് പെയറിനെ വൈയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷനാണ്. ഇതേ ഓർഡേഡ് പെയറിനെ എക്സിലോട്ട് മാപ്പ് ചെയ്യുന്ന അനദർ പ്രൊജക്ഷനാണ്. ഞാനിത് ആർ ക്രോസ് ആർ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിത് ജനറലി രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസിൻ്റെ ഡയറക്റ്റ് സമ്മിൽ ക്രോസ് പ്രൊഡക്റ്റിൽ, ഡയറക്റ്റ് സം അല്ല ക്രോസ് പ്രൊഡക്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് π1 ഫ്രം x cross y to x be defined by the equation π1 of xy is equal to x. അതായത് ആ ഒരു ഓർഡേഡ് പെയറിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റായ എക്സിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഇത് ഒരു എക്സും വൈയും ആർബിട്രറി ടോപ്പോളജിക്കൽ സ്പേസസ് ആണ്. എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? പ്രൊഡക്റ്റ് ടോപ്പോളജിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ π1 ഫ്രം എക്സ് ക്രോസ് വൈ ടു എക്സ് which is defined by π1 of xy is equal to x. അപ്പോൾ ഇങ്ങനൊരു മാപ്പ് കൺസിഡർ ചെയ്തു. ആൻഡ് π2 ഫ്രം എക്സ് ക്രോസ് വൈ ടു വൈ ഈസ് ഡിഫൈൻഡ് ബൈ π2 ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ. അതായത് വൈയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻ ഈ ടോപ്പോളജിക്കൽ സ്പേസായ വൈയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫങ്ഷനാണ് π2. അപ്പോൾ π1ഉം π2ഉം ഡിഫൈൻ ചെയ്തു. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു. ഈ ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്ഷൻസ് ഓഫ് എക്സ് ക്രോസ് വൈ ഓൺ ടു ഇറ്റ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫാക്ടേഴ്സ് റെസ്പെക്റ്റീവ്ലി. ഇതെന്താണ്? പ്രൊജക്ഷൻ ഓഫ് എക്സ് ക്രോസ് വൈ ഓൺ ടു എക്സ്. ഓൺ ടു എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മൾ എക്സിൽ നിന്ന്, ഈ ടോപ്പോളജിക്കൽ സ്പേസിൽ നിന്ന്
ഏത് പോയിന്റ് എക്സ് കൺസിഡർ ചെയ്താലും നമ്മൾക്ക് എന്താണ്, അത് ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്തായാലും എക്സ് ക്രോസ് വൈയിൽ ഉണ്ടായിരിക്കും. ആൻഡ് ആ പോയിന്റിൻ്റെ ഇമേജ് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. സോ π1 ഈസ് ഓൾവേസ് എൻ ഓൺ ടു മാപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എക്സ് ക്രോസ് വൈ ഓൺ ടു എന്താണ്, എക്സ് ആണ് ഫസ്റ്റ് ഈ π1. π2 എന്ന് പറയുന്നത് എന്താണ്, π2 എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പ്രൊജക്ഷൻ ഓഫ് എക്സ് ക്രോസ് വൈ ഓൺ ടു ദ ഫാക്ടർ വൈ. ഓക്കെ, ഇപ്പോൾ π1ഉം π2ഉം ഡിഫൈൻ ചെയ്തു, അതായത് പ്രൊജക്ഷൻസ് ഡിഫൈൻ ചെയ്തു. പ്രൊജക്ഷൻസ് ഓൺ ടു മാപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, എക്സിൻ്റെയും വൈയുടെയും സബ്സെറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, യു എന്ന് പറയുന്ന എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്, വി എന്ന് പറയുന്നത് വൈയുടെ ഒരു സബ്സെറ്റാണ്. എന്താണ് ഈ π1 ഇൻവേഴ്സ് ഓഫ് യു എന്നും π2 ഇൻവേഴ്സ് ഓഫ് വി എന്നും നോക്കാം നമുക്ക്. പൈ എന്ന് പറയുന്നത് π1 എന്ന് പറയുന്നത് എക്സ് ക്രോസ് വൈയിൽ നിന്ന് എങ്ങോട്ടായിരുന്നു, എക്സിലോട്ടായിരുന്നു. π2 എന്ന് പറയുന്നത് ഇതേ സ്പേസിൽ നിന്ന് തന്നെ വൈയിലോട്ടുള്ള മാപ്പാണ്, ഓൺ ടു മാപ്പാണ്. അപ്പോൾ പൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, π1 ഇൻവേഴ്സ് എക്സിൽ നിന്ന് എക്സ് ക്രോസ് വൈയിലോട്ട്, π2 ഇൻവേഴ്സ് ഓഫ് വൈയിൽ നിന്ന് എക്സ് ക്രോസ് വൈയിലോട്ട് ആണല്ലോ. അപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് യു കൺസിഡർ ചെയ്തു, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്താണ് എന്ന് നോക്കണം. π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് വൈയുടെ ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്താണെന്ന് നോക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതെന്താണ് ആക്ച്വലി എന്താണ് ആ രണ്ട് ഇൻവേഴ്സ് ഇമേജസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഡയഗ്രത്തിൽ നോക്കാം, ഡയഗ്രം വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം നമുക്ക്. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. അപ്പോൾ ഇതാണ് ഞാൻ യു ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് കരുതുക, യു. ഓക്കെ, ബോർഡർ ഇല്ല, അതിൻ്റെ ഇൻറ്റീരിയർ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ യു കൺസിഡർ ചെയ്തു. π1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, π1 ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പോയിന്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും, ഈ എക്സ് വൈ മാത്രമാണോ വരിക, അല്ല, ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് വരുന്ന എല്ലാ പോയിൻറ്റ്സും ഉണ്ടായിരിക്കും. ആൻഡ് വൈയിലുള്ള ഏത് പോയിന്റ് വൈ എടുത്താലും നമ്മൾക്ക് എക്സ് വൈ π1 ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം, നമുക്ക് എക്സ് വൈ ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് π1 ഇൻവേഴ്സ് ഓഫ് ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിൻ്റേ കൺസിഡർ ചെയ്യുന്നുള്ളേ, ഒരൊറ്റ സിംഗിൾ പോയിൻ്റ്. π1 ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇത് നോക്കിക്കേ, ഈ ഒരു പോയിൻ്റ് ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഏതാണ്, ഫസ്റ്റ് കോർഡിനേറ്റ് എക്സും സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ്, 0യും വരുന്ന പോയിൻ്റ്. അപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് എക്സിൽ x0 വരുമല്ലോ. ഇനി ഞാനിത് അവിടെ ഇപ്പോൾ സപ്പോസ് ഇത് 6 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആർബിട്രേറ്റ് വൈ എടുത്തു ഞാൻ. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു, എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റ്. π1 ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന സെറ്റിൽ എക്സ് വൈയും വരത്തില്ലേ. ഇതുപോലെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് വരുന്ന എല്ലാ പോയിൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കും, π1 ഇൻവേഴ്സ് ഓഫ് എക്സിൽ ഉണ്ടായിരിക്കത്തില്ലേ. അപ്പോൾ ഈ എക്സിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും എവിടെ വരും, π1 ഇൻവേഴ്സ് ഓഫ് എക്സിൽ വരും അല്ലേ. അപ്പോൾ യുവിലുള്ള ഒരു പോയിന്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ യുവിലുള്ള റിമൈനിങ് എല്ലാ പോയിൻറ്റ്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും, ഇതുപോലെ തന്നെ ചിന്തിക്കുക. ഏതെല്ലാം പോയിൻറ്റ്സിൻ്റെ ഈ പ്ലെയിനിൽ ഏതെല്ലാം പോയിൻറ്റ്സിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്
ഈ യുവിൽ വരുന്നുണ്ടോ ആ പോയിന്റ്സ് എല്ലാം ഇൻവേഴ്സ് ഇമേജിൽ ഉണ്ടായിരിക്കും. അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാറാണ് വരിക അല്ലേ, ഇൻഫൈനൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന ബാറ്. അപ്പോൾ ഇത് മൊത്തത്തിൽ വരും നമ്മൾക്ക് π1 ഇൻവേഴ്സ് ഓഫ് യുവിൽ. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വി ആണ് എടുത്തിരുന്നതെങ്കിൽ വിയിലുള്ളൊരു പോയിന്റ് y എടുത്തു. ഓക്കെ, അപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ π1 ഇൻവേഴ്സ് ഓഫ് y അല്ല, π2 ഇൻവേഴ്സ് ഓഫ് y. π1 ഇൻവേഴ്സ് ഓഫ് എക്സ് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് വരുന്ന എല്ലാ പോയിൻറ്റ്സും. അപ്പോൾ π2 ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് കോർഡിനേറ്റ് y വരുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളക്ഷൻ, അതായത് വൈയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. ഞാനിപ്പോൾ ഈ ഒരു സ്ട്രക്ചർ പറയുന്നത് 6 വെച്ചിട്ടാണ് പറയാൻ പറ്റുന്നത്. റിയൽ ലൈനിൽ വെച്ചിട്ടൊന്ന് ഇമാജിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ π1 അല്ല π2 ഇൻവേഴ്സ് ഓഫ് വി എന്തായിരിക്കും വരിക? പ്ലെയിനിലുള്ള ഏതെല്ലാം പോയിൻറ്റ്സിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് വിയിൽ വരുന്നുണ്ടോ ആ പോയിൻറ്റ്സ് എല്ലാം π2 ഇൻവേഴ്സ് ഓഫ് വിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഉള്ള ഈ ഒരു ബാറായിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്? π2 ഇൻവേഴ്സ് ഓഫ് വിയിൽ വരുന്നത്. ഓക്കെ, ആൻഡ് അതിൽ തന്നെ ഈ ഡയഗ്രത്തിൽ തന്നെ ഒന്ന് നോക്കുക, അപ്പോൾ കൺഫ്യൂഷൻ ആയില്ല. π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിന് നമ്മൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനിപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനാണ് നമ്മൾക്ക് π1 ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതെന്താണ്? ഇതിപ്പോൾ ഞാൻ 6 വെച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ലൈൻ എന്താണ് വരുന്നത് നോക്കിക്കേ. ഫസ്റ്റ് കോർഡിനേറ്റ് എക്സും സെക്കൻഡ് കോർഡിനേറ്റ് 6ലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും വരാം അല്ലേ? അങ്ങനെയുള്ള പോയിന്റ്സ് ആണല്ലോ π1 ഇൻവേഴ്സ് ഓഫ് എക്സിലുള്ളത്. അതായത് സിംഗിൾട്ടൺ എക്സ് ക്രോസ് ആറാണ് നമ്മൾക്ക് ഈ ഒരു ലൈന് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അത് ജിയോമെട്രിക്കലി ഗ്രാഫിൽ വരുന്നത്. അപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ചിന്തിക്കുമ്പോൾ യു ക്രോസ് ആറാണ് π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത്. ഇൻ ദ സെയിം വേ π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എന്തായി അന്നേരം? എങ്ങനെയാണ് വരുന്നത്? ആർ ക്രോസ് വി എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾക്ക് എഴുതാം. π1 ഇൻവേഴ്സ് ഓഫ് യു ഗ്രാഫിക്കലി ഞാനിപ്പോൾ പറഞ്ഞു അതെങ്ങനെയാണ് എന്നത്. ഇനി നമുക്ക് സെറ്റ് വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. അപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് യു ബൈ ദ ഡെഫിനിഷൻ π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ആക്ച്വലി വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ xy ഇൻ എക്സ് ക്രോസ് വൈ സച്ച് ദാറ്റ് π1 ഇൻവേഴ്സ് ഓഫ് xy ബിലോങ്സ് ടു യു അല്ലേ? അത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് ഈ കളക്ഷനിൽ വരിക. ഇനി π1 ഇൻവേഴ്സ് അല്ല, π1 ഓഫ് xy ആണ്. അപ്പോൾ π1 ഓഫ് xy എന്താണ്? എക്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ സെറ്റ് എന്തായി തീർന്നു? ദിസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ xy ഇൻ എക്സ് ക്രോസ് വൈ such that x belongs to u. അപ്പോൾ ഇതെന്തായി? ഫസ്റ്റ് കോർഡിനേറ്റ് എല്ലാം യുവിലുള്ളതായിരിക്കണം, സെക്കൻഡ് കോർഡിനേറ്റ് വൈയിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും വരാം.
അപ്പോൾ ആ സെറ്റ് എന്താണ്? യു ക്രോസ് വൈ ആണല്ലേ. യു ക്രോസ് വൈ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് നമ്മൾ എഴുതുക? വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് വൈ ബിലോങ്സ് ടു വൈ അല്ലേ. ഇവിടെ വൈ ബിലോങ്സ് ടു വൈ എന്നും കൂടി എഴുതാവേ അല്ലേ. അപ്പോൾ എന്തായി തീർന്നു? യു ക്രോസ് വൈ തന്നെയാണ് ഈ π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുമ്പോൾ π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ഇൻ എക്സ് ക്രോസ് വൈ സച്ച് ദാറ്റ് π2 ഓഫ് എക്സ് വൈ ബിലോങ്സ് ടു വി ആണ് നമ്മൾക്ക് വരേണ്ടത് അല്ലേ. ഈ π2 ഓഫ് എക്സ് വൈ എന്താണ്? വൈ ആണ്. സോ ദിസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ഇൻ എക്സ് ക്രോസ് വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു വൈ ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്. ആൻഡ് ഈ ഒരു സെറ്റ് എന്താണ് നമ്മൾക്ക്? എക്സ് ക്രോസ് വി ആണ്. സോ π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്രോസ് വി ആണ്. എപ്പോഴെങ്കിലും π2 ഇൻവേഴ്സ് ഓഫ് വി എന്നതിന് പകരം π1 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. π2 ഇൻവേഴ്സ് ഓഫ് വി ആണ് വരേണ്ടത്. ഞാൻ π2 എന്നതിന് പകരം π1 യൂസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മൾക്ക് π1 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് π1 ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് യു ക്രോസ് എക്സ് വൈയും π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എക്സ് ക്രോസ് വിയും ആണെന്ന് കിട്ടി. ഇനി നോക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്യാം. യു ക്രോസ് വി എന്ന് പറയുന്നതാണ് π1 ഇൻവേഴ്സ് ഓഫ് യു, π2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എക്സ് ക്രോസ് വിയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ ആയി തീർന്നു. ഇനി ഇതിലിനി നമ്മൾക്ക് ഇതുപോലെ തന്നെ π2 ഇൻവേഴ്സ് ഓഫ് വി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിലോട്ട് നോക്കിക്കേ, ഇത് π1 ഇൻവേഴ്സ് ഓഫ് യു ആണ്, π1 ഇൻവേഴ്സ് ഓഫ് യു ആണ്. ആൻഡ് ദിസ് വൺ π2 ഇൻവേഴ്സ് ഓഫ് വി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ നോക്കിക്കേ, ഇതല്ലേ വരുന്നത്? ഈ ഒരു റെക്റ്റാങ്കിൾ അല്ലേ വരുന്നത്? ആണല്ലോ, റെക്റ്റാങ്കിളിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ നോക്കിക്കേ, യു ക്രോസ് വി എന്താണ് വരിക നമ്മൾക്ക്? യു ക്രോസ് വി ഇതിപ്പോൾ π1 ഇൻവേഴ്സ് ഓഫ് യുവിൻ്റെയും π2 ഇൻവേഴ്സ് ഓഫ് വിൻ്റെയും ഇൻ്റർസെക്ഷൻ ഈ ഒന്ന് കിട്ടി നമ്മൾക്ക്. ഇനി ഇത് എന്താണ് ആക്ച്വലി? യു ക്രോസ് വി തന്നെയല്ലേ. യു ക്രോസ് വി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് വൈ ബിലോങ്സ് ടു വി. അപ്പോൾ ഈ ഒരു പാർട്ടിൽ വരുന്ന പോയിൻറ്റ്സിനെല്ലാം എന്താണ്? ആ ഒരു രീതിയിലാണ് വരുന്നത് അല്ലേ. യു ക്രോസ് വി ആണ് നമ്മൾക്ക് ഈ ഒരു ഏരിയ വരുന്നത്. സോ ഈ രണ്ട് ഇൻവേഴ്സ് ഇമേജസിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് യു ക്രോസ് വി ആണ്. അപ്പോൾ നമ്മൾക്ക് അല്ലാതെ തന്നെ ഇത് സെറ്റ് വെച്ച് എഴുതുന്നേരവും കിട്ടും നമ്മൾക്ക് കേട്ടോ. ഇതിപ്പോൾ എന്താണ്? ഈ ഫസ്റ്റ് വൺ എഴുതിയിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് വൈ ബിലോങ്സ് ടു വൈ. Intersection the set of all xy such that x belongs to x and y belongs to v. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് ഇതിൽ രണ്ടിലും വരണം, ഈ രണ്ട് സെറ്റിലും ഈ ഒരു ഓർഡറുടെ പേര് വരണം. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ വരണമെങ്കിൽ എക്സ് എവിടെ വരണം? യുവിലുണ്ടായിരിക്കണം. ആൻഡ് അതേ ഓർഡറുടെ പേര് തന്നെ സെക്കൻഡ് സെറ്റിൽ വരണമെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? എക്സിലുണ്ടായിരിക്കണം. ആൻഡ് യു ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഇതെന്തായി തീർന്നു? എക്സ് ബിലോങ്സ് ടു യു എന്നായി തീർന്നു അല്ലേ. ആൻഡ്
ഇനി സെക്കൻഡ് കോർഡിനേറ്റ് നോക്കാം. സെക്കൻഡ് കോർഡിനേറ്റ് ഫസ്റ്റ് സെറ്റിൽ വരണമെങ്കിൽ ജസ്റ്റ് വൈയിലുള്ളൊരു എലമെൻ്റ് ആയാൽ മതി. സെക്കൻഡ് സെറ്റിൽ വരണമെങ്കിൽ വൈ എവിടെ ഉണ്ടായിരിക്കണം? വിയിലുണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ വൈ ബിലോങ്സ് ടു വൈ ആയിരിക്കണം, വൈ ബിലോങ്സ് ടു വി ആയിരിക്കണം. ആൻഡ് വി ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ. സോ വൈ ബിലോങ്സ് ടു വാട്ട്? വി എന്ന് കിട്ടി. ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് വൈ ബിലോങ്സ് ടു വി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? വിച്ച് ഈസ് യു ക്രോസ് വി. അപ്പോൾ നമ്മൾക്ക് സെറ്റ് തിയറി വെച്ചിട്ട് എന്ത് കിട്ടി? പൈ 1 ഇൻവേഴ്സ് ഓഫ് യു ഇൻ്റർസെക്ഷൻ പൈ 2 ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യു ക്രോസ് വി ആണ്. ഇതിപ്പോൾ ആർ ക്രോസ് ആർ വെച്ച് മാത്രമല്ല, ആർബിട്രേറ്റ് ഏത് ടോപ്പോളജിക്കൽ സ്പേസസ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലോ നമ്മൾ ഇതുപോലെ പൈ 1ഉം പൈ 2ഉം ഡിഫൈൻ ചെയ്തിട്ട് പൈ 1 ഇൻവേഴ്സ് ഓഫ് യുവും പൈ 2 ഇൻവേഴ്സ് ഓഫ് വിയുടെയും ഇൻ്റർസെക്ഷൻസ് അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? യു ക്രോസ് വി ആയിരിക്കും. So u cross v is equal to pi 1 inverse of u intersection pi 2 inverse of v for any u subset of x and for any v subset of y എന്ന് നമ്മൾക്ക് കിട്ടി. ആൻഡ് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്നൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. എസ് എന്ന് പറയുന്ന സെറ്റിൽ ഏതെല്ലാമാണ് ഉള്ളതെന്ന് വെച്ചാൽ എക്സിൻ്റെ ഏതെല്ലാം ഓപ്പൺ സെറ്റുകളുണ്ടോ അതിൻ്റെ എല്ലാ ഇൻവേഴ്സ് ഇമേജാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ആൻഡ് ഈ ഒരു സെറ്റിൽ വരുന്നത് വൈയുടെ ഏതെല്ലാം ഓപ്പൺ സെറ്റുകൾ വി ഉണ്ടോ അതിൻ്റെ എല്ലാം ഇൻവേഴ്സ് ഇമേജസ് ആണ്. ആൻഡ് ഈ രണ്ട് സെറ്റുകളുടെ യൂണിയനാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എസ്സിലുള്ള എലമെൻറ്റ്സ് എന്താണ്? എക്സിലുള്ള ഓപ്പൺ സെറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ പൈ 1ഉം ആൻഡ് വൈയിലുള്ള ഓപ്പൺ സെറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ പൈ 2 ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് പൈ 1 ഇൻവേഴ്സ് ഓഫ് യു എന്നും പൈ 2 ഇൻവേഴ്സ് ഓഫ് വി എന്നും. അപ്പോൾ ആർ ക്രോസ് ആറിലാണെങ്കിൽ എന്താണ് ഇത്തരത്തിൽ വരുന്ന ബാറാണ് വരുന്നത്. ഇങ്ങനെ ഏതൊക്കെ ഈ ഒരു ഡയറക്ഷനിൽ വരുന്നതും ആൻഡ് ഇങ്ങനെ പാരലലായിട്ടും വരുന്ന വെർട്ടിക്കലും പാരലലായിട്ടും വരുന്ന ഇങ്ങനത്തെ ഇൻഫൈനൈറ്റ് ബാർസ് ആണ് ഇതിൽ വരുന്നത് എസ് എന്ന് പറയുന്ന കളക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ക്രോസ് വൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന സെറ്റ് പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ ഒരു സബ് ബേസിസ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് കളക്ഷൻ ഈസ് എ സബ് ബേസിസ് ഫോർ ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ക്രോസ് വൈ. അപ്പോൾ ഇത് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത അതേ ഗ്രാഫ് തന്നെയാണ്, ഡയഗ്രാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. Now നമ്മൾക്കിത് പ്രൂവ് ചെയ്യാം. ലെറ്റ് ടോ ഡിനോട്ട് ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ക്രോസ് വൈ ആൻഡ് ലെറ്റ് ടോ ഡാഷ് ബി ദ ടോപ്പോളജി ജനറേറ്റഡ് ബൈ എസ്. അതായത് എസ് സബ് ബേസിസ് ആയിട്ട് വരുന്ന ടോപ്പോളജി ടോ ഡാഷ് ആണെന്ന് എഴുതാം. അപ്പോൾ നമ്മൾക്കറിയാം എന്താണ് എസ്സിലുള്ള എലമെൻറ്റ്സ് എന്തായിരുന്നു? പൈ ഇൻവേഴ്സ് ഓഫ് യുവും പൈ 1 ഇൻവേഴ്സ് ഓഫ് യുവും പൈ 2 ഇൻവേഴ്സ് ഓഫ് വിയും. ആൻഡ് ഇത് രണ്ടും ഏത് ഫോമിലാണെന്ന് പ്രൂവ് ചെയ്തു? യു ക്രോസ് വൈയും ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ക്രോസ് വി. ഇനി നോക്കുക, നമ്മൾക്ക് യു എക്സിൽ ഓപ്പൺ ആണ്, വൈ വൈയിൽ ഓപ്പൺ ആണ്. അപ്പോൾ യു ക്രോസ് വൈ എവിടെ ഓപ്പൺ ആയിരിക്കും? പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് എക്സിൽ ഓപ്പൺ ആണ്, വി വൈയിൽ ഓപ്പൺ ആണ്. സോ എക്സ് ക്രോസ് വി എവിടെ ഓപ്പൺ ആയിരിക്കും? പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ ആണ്. അതായത് എസ്സിലുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾക്ക് പൈ ഇൻവേഴ്സ് ഓഫ് യുവും പൈ 2 ഇൻവേഴ്സ് ഓഫ് വിയും. എപ്പോൾ യുവും വിയും ഓപ്പൺ ഇൻ എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി ആവുമ്പോൾ. അപ്പോൾ നമ്മൾക്കിവിടെ ഇതെല്ലാം തന്നെ പ്രൊഡക്റ്റ് ടോപ്പോളജിയിലുള്ള ഓപ്പൺ സെറ്റ്സ് ആണ്. സോ എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ പ്രൊഡക്റ്റ് ടോപ്പോളജി. അപ്പോൾ എസ് പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ കണ്ടെയ്ൻഡ് ആണെങ്കിൽ എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി അതിൽ തന്നെ വരണ്ടേ? കാരണം എന്താ? ഓൾ പോസിബിൾ എസ് ടോയിലുള്ള എലമെൻറ്റ്സ് ആണ്. എസ്സിലുള്ള എലമെൻറ്റ്സ് എല്ലാം ടോയിലുണ്ട്, ടോപ്പോളജിയാണ്. സോ എസ്സിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ ഓൾ പോസിബിൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസും
ഓൾ പോസിബിൾ യൂണിയൻസും ടോയിലുണ്ടായിരിക്കണം. അതായത് അങ്ങനെ ഓൾ പോസിബിൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസും യൂണിയനും എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി. സോ ടോ ഡാഷ് എവിടെ കണ്ടെയ്ൻഡ് ആയിരിക്കും? ടോയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. ഇനി തിരിച്ച് പ്രൊഡക്റ്റ് ടോപ്പോളജി എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ രണ്ട് ടോപ്പോളജിയും ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് നമ്മൾക്ക് പിന്നെ അറിയുന്ന, നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താണ്? π1 ഇൻവേഴ്സ് ഓഫ് യുവും π2 ഇൻവേഴ്സ് ഓഫ് വിയും എന്താണ്? യു ക്രോസ് വി ആണ്. അപ്പോൾ എസ്സിലുള്ള യു ക്രോസ് അപ്പോൾ നമ്മൾക്ക് ടോയെ ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി, ടോ ജനറേറ്റ് ഏത് സെറ്റ്സ് ആണ് ടോനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? പ്രൊഡക്റ്റ് ടോപ്പോളജീനെ എക്സിലുള്ള ഏതൊരു ഓപ്പൺ സെറ്റ് യുവും വൈയിലുള്ള ഏതൊരു ഓപ്പൺ സെറ്റ് വിയും എടുത്താൽ യു ക്രോസ് വി ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് പ്രൊഡക്റ്റ് ടോപ്പോളജി ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്റ്റ് ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എലമെൻസിനെയും നമ്മൾക്ക് എസ്സിലുള്ള എലമെൻസായ π1 ഇൻവേഴ്സ് ഓഫ് യുവിൻ്റെയും π2 ഇൻവേഴ്സ് ഓഫ് വിയുടെയും ഇൻ്റർസെക്ഷനായിട്ട് എഴുതാൻ പറ്റുമെന്നത് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? അതായത് പ്രൊഡക്റ്റ് ടോപ്പോളജിനെ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എലമെൻസും എസ്സിലുള്ള എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി ഏതാണ്? ടോ ഡാഷ്. അപ്പോൾ എസ്സിലുള്ള എലമെൻസിൻ്റെ എല്ലാ പോസിബിൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസും യൂണിയൻസും എവിടെ വരണം? അത് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് എസ്സിലുള്ള എലമെൻസിൻ്റെ യൂണിയനായിട്ട് നമ്മൾക്ക് എന്തിന് എഴുതാൻ പറ്റുന്നുണ്ട്? പ്രൊഡക്റ്റ് ടോപ്പോളജിയെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻസിനെ എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഓൾ ദീസ് എലമെൻറ്റ്സ് എവിടെ വരും? നമ്മൾക്ക് എസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയിൽ വരും, അതായത് ടോ ഡാഷിൽ വരും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് യു ക്രോസ് വി ബിലോങ്സ് ടു ടോ ഡാഷ് ഫോർ ഓൾ ബേസിസ് എലമെൻറ്റ്സ് ഓഫ് ടോ, അല്ലെങ്കിൽ ഫോർ ഓൾ ഓപ്പൺ സെറ്റ്സ് യു ഇൻ എക്സ് ആൻഡ് ഓൾ ഓപ്പൺ സെറ്റ്സ് വി ഇൻ വൈ. അപ്പോൾ എന്താണ്? ടോയുടെ എല്ലാ ബേസിസ് എലമെൻറ്റ്സും ടോ ഡാഷിലുണ്ടെങ്കിൽ ആ ബേസിസ് എലമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി എവിടെ ഉണ്ടായിരിക്കണം? ടോ ഡാഷിലുണ്ടായിരിക്കണം. സോ ടോ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടോ ഡാഷ്. അപ്പോൾ ഫ്രം ദിസ് ആൻഡ് ദിസ് വി ക്യാൻ സേ ദാറ്റ് ടോ ഇസ് ഈക്വൽ ടു ടോ ഡാഷ്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? എസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ എക്സിലുള്ളയും വൈയിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജസ് അണ്ടർ ദീസ് പ്രൊജക്ഷൻ മാപ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റ് പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ഇപ്പോൾ ആർ ക്രോസ് ആറിൽ നമ്മൾ എന്താണ് യൂഷ്വൽ ടോപ്പോളജി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? യൂഷ്വൽ ടോപ്പോളജി എടുത്ത സമയത്ത് നമ്മൾക്ക് അത് തന്നെയാണ് പ്രൊഡക്റ്റ് ടോപ്പോളജി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിലുള്ള ഓരോ ഓപ്പൺ സെറ്റ് അതിന് ആ പ്രൊഡക്റ്റ് ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ആറിലുള്ള ഓപ്പൺ ഇൻ്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റാണ് നമ്മൾക്കവിടെ ബേസിസ് എലമെൻറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തിയറി പ്രകാരം സബ് ബേസിസ് എലമെൻറ്റ്സ് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള ഇൻഫൈനൈറ്റ് ബാൾസ് ആയിരിക്കും അല്ലേ? ഇത്തരത്തിലുള്ള ബാൾസ്, ഇങ്ങനെ ഏത് ബാറ് കൺസിഡർ ചെയ്താലും അതിൻ്റെ എല്ലാം കളക്ഷൻ എടുക്കുക, അതാണ് ആർ ക്രോസ് ആറിൻ്റെ സബ് ബേസിസ് ഫോം ചെയ്യുന്നത്. അത് മാത്രമേ സബ് ബേസിസ് ആവുള്ളൂ എന്നല്ല, അതൊരു സബ് ബേസിസ് ആണ് എന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ക്രോസ് വൈ ആണ് പറഞ്ഞു നിർത്തിയത്. ഒന്നുകൂടി പറയാം, എക്സ് ക്രോസ് വൈ നമ്മൾ രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് എക്സും വൈയും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും യൂസ് ചെയ്തിട്ട് നമ്മളൊരു ന്യൂ ടോപ്പോളജിക്കൽ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നു. അതാണ് എക്സ് ക്രോസ് വൈയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ആൻഡ് ആ ടോപ്പോളജീനെ നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജി എന്നായിരുന്നു നെയിം ചെയ്തത്. ആൻഡ് ആ പ്രൊഡക്റ്റ് ടോപ്പോളജി എന്താണെന്ന് വെച്ചാൽ എക്സിലുള്ള ഓപ്പൺ സെറ്റ്സും വിയിലുള്ള ഓപ്പൺ സെറ്റ്സും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുക. അത്തരത്തിലുള്ള എല്ലാ എലമെൻസും ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി ഓൺ എക്സ് ക്രോസ് വൈനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ എക്സ് ക്രോസ് വൈ എന്ന് പറഞ്ഞത്. ആൻഡ് ഇതേ എലമെൻസിൻ്റെ തന്നെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ ദ പ്രൊജക്ഷൻ മാപ്സ് കൺസിഡർ ചെയ്യുക. ഈ എലമെൻസിൻ്റെ ഇങ്ങനെ ഇൻവേഴ്സ് ഇമേജസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സെറ്റ്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അല്ല, എക്സിലും വൈയിലുള്ള ഓപ്പൺ സെറ്റ്സിൻ്റെ തന്നെ ഇൻവേഴ്സ് ഇമേജ് എടുക്കണം. ആ കളക്ഷനെ നമ്മൾ എസ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത്. അത് ഈ പ്രൊഡക്റ്റ് ടോപ്പോളജിയുടെ സബ് ബേസിസ് ഫോം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ആർബിട്രറി നമ്പർ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് ഡിഫൈൻ ചെയ്യണം. ആൻഡ് ബോക്സ് ടോപ്പോളജി ഓൾസോ ഡിഫൈൻ ചെയ്യാനുണ്ട്. സോ അതിന് മുൻപേ നമ്മൾക്ക് ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആർബിട്രറി നമ്പർ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഐഡിയ നോക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോസ് the collection X alpha where alpha belongs to A is a collection of sets and ഇവിടെ A എന്ന് പറയുന്ന ഇൻഡെക്സ് സെറ്റ് A എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവാം. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമായിരിക്കാം അതിലുണ്ടായിരിക്കാം. അത് A എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് സെറ്റ് ആവാം, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആവാം. അത് നാച്ചുറൽ നമ്പർ സിസ്റ്റം പോലെ ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളൊരു ഇൻഡെക്സ്ഡ് സെറ്റ് ആവാം. അല്ലെങ്കിൽ പിന്നെ എന്താണ് പോസിബിലിറ്റി, അൺകൗണ്ടബിൾ ആവാം. റിയൽ നമ്പർ സിസ്റ്റവും കോംപ്ലക്സ് നമ്പർ സിസ്റ്റവും ഒക്കെ പോലുള്ള ഒരു അൺകൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റ് ആവാം. ഈ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും A ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആർബിട്രറി നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. The Cartesian product or cross product of these sets is denoted by the product of over alpha belongs to A x alpha. The read the product over alpha in A x alpha and is defined by the set of all x such that x is a function from A into the union of alpha belongs to A x alpha. എന്തായിട്ടാണ് ഈ പ്രൊഡക്റ്റിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? വി ആർ കൺസിഡറിങ് ദ എലമെൻറ്റ്സ് എസ് എ ഫങ്ഷൻ. എവിടെ നിന്ന് ഇങ്ങോട്ട്? ഈ ഒരു ഇൻഡെക്സ്ഡ് സെറ്റിൽ നിന്ന് ഈ യൂണിയൻ എക്സ് ആൽഫകളുടെ മൊത്തം യൂണിയൻ എടുക്കുക. ആ യൂണിയനിലോട്ടുള്ളൊരു ഫങ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ അല്ല. ആക്ച്വലി എന്താണ്? എയിലുള്ള എലമെൻറ്റ്സ് ഓരോന്നും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരു ആൽഫ, എയിൽ നിന്ന് ഞാൻ ഒരു ആൽഫ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? ഇത് സെറ്റ് എക്സ് ആൽഫയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് ക്രോസ് വൈ എന്ന കൺസിഡർ എക്സ് ക്രോസ് വൈ ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ this will be the set of all functions x such that എന്താണ് x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫങ്ഷൻ ഫ്രം A ഇൻറ്റു എങ്ങോട്ടാണ്? എവിടെയുള്ളതായിരിക്കും? എക്സ് യൂണിയൻ വൈയിലോട്ടുള്ള ഫങ്ഷൻ ആയിരിക്കും. എന്താണ് കണ്ടീഷൻ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇൻഡെക്സ്ഡ് സെറ്റ് എന്ന് പറയുന്നത് 2 എലമെൻറ്റ്സേ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇൻഡെക്സ്ഡ് സെറ്റ്? നമ്മൾക്ക് 1 2 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ A B ആയിട്ട് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. എന്താണ് ഇവിടെ ഇത് പ്രകാരം നമ്മൾക്ക് എന്താണ് വേണ്ടത്? എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? ഫസ്റ്റ് കോർഡിനേറ്റിലുണ്ടായിരിക്കണം അല്ലേ? അതായത് എക്സിൽ. എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? വൈയിലുണ്ടായിരിക്കണം. ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എക്സ് ഓഫ് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? എക്സിലുണ്ടായിരിക്കണം. എക്സ് ഓഫ് ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? വൈയിലുണ്ടായിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ x1 x2 such that x1 belongs to
what? X and x2 belongs to y. ഇത്ര തന്നെ നമ്മൾ ഇപ്പോൾ ആർബിട്രറി നമ്പർ ഓഫ് സെറ്റ്സിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഇതിനൊരു ഫങ്ഷനായിട്ട് കൺസിഡർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വി ആർ കൺസിഡറിങ് the elements in this Cartesian product or cross product as a function from the indexed set to the union of x alphas, where for this function x of alpha must be in x alpha, in the set x alpha. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോകാം. ചുമ്മാ എക്സ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ എക്സ് ഓഫ് ആൽഫ, നേരത്തെ പറഞ്ഞല്ലോ ഈ എക്സ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞത് എവിടെ ഉണ്ടായിരിക്കണം? എക്സ് ഓഫ് ആൽഫ ബിലോങ്സ് ടു എക്സ് ആൽഫയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ ഈ എക്സ് ഓഫ് ആൽഫയെ നമ്മളിതാ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ആൽഫ, എക്സ് ഓഫ് ആൽഫയെ നമ്മൾ എന്താണ് ഈ ഒരു രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മളിതിനെ ഇതിനെ ആൽഫാത്ത് കോർഡിനേറ്റ് ഓഫ് എക്സ് എന്ന് പറയും. നമ്മളിപ്പോൾ എക്സ് ഓഫ് വണ്ണിനെ എങ്ങനെ എടുത്തു? എക്സ് വൺ എന്ന് എടുത്തില്ലായിരുന്നോ? എക്സ് ഓഫ് ടുവിനെ എങ്ങനെ എടുത്തു? എക്സ് ടു എന്ന് എടുത്തില്ലായിരുന്നോ? ആൻഡ് വി സേ ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് കോർഡിനേറ്റ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കോർഡിനേറ്റ്. അതുപോലെ തന്നെ എക്സ് ഓഫ് ആൽഫയെ നമ്മൾ എക്സ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് വി കോൾ ദിസ് ആൽഫാത്ത് കോർഡിനേറ്റ് ഓഫ് എക്സ്. ഓക്കെ, and the set x beta is the betath factor of this product. അതായത് ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു എക്സ് ബീറ്റ കൺസിഡർ ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ എക്സ് ബീറ്റ എന്ന് പറയുന്നത് ബീറ്റാത്ത് കോർഡിനേറ്റ് ഓഫ് ദിസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു എക്സ് ആൽഫ എടുത്തിരിക്കുന്നെങ്കിൽ ആൽഫാത്ത് കോർഡിനേറ്റ് ഓഫ് ദിസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇതിന് നമ്മൾ ആൽഫാത്ത് കോർഡിനേറ്റ് ഓഫ് എക്സ് എന്നും പറയുന്നു, കൺഫ്യൂഷൻ ആകരുത്. ഇനി ഞാൻ ഒരു ഇൻഡെക്സഡ് സെറ്റ് ഡബ്ല്യു കൺസിഡർ ചെയ്തു. അതിലുള്ള ഏത് എൻ എടുത്തു കഴിഞ്ഞാലും എക്സ് എൻ എന്ന് പറയുന്നത് എല്ലാം എക്സിന് ഈക്വൽ ആണെന്ന് കരുതുക. ഓക്കെ, എല്ലാ എക്സൻസും എക്സിന് ഈക്വൽ ആണെന്ന് കരുതുക. ദെൻ ദ പ്രൊഡക്റ്റ് എൻ ഇൻ ഡബ്ല്യു എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി വരിക? ദ പ്രൊഡക്റ്റ് ഓവർ എൻ ഇൻ ഡബ്ല്യു എക്സ് എൻ എല്ലാം എക്സിന് ഈക്വൽ അല്ലേ? അപ്പോൾ എക്സ് വരും. അപ്പോൾ എത്ര ടൈംസാണ് നമ്മളിവിടെ എടുക്കുന്നത്? ഡബ്ല്യു ടൈംസ് എക്സിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് റിട്ടൺ ആസ് ഇൻ ദിസ് ഫോം. ഓക്കെ, എക്സ് പവർ ഡബ്ല്യു ഒമേഗ എന്താണെങ്കിലും വെച്ചാൽ അത്. ഓക്കെ, നൗ തേർഡ് വൺ പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞു എക്സ് ഓഫ് ആൽഫ എവിടെ ഉണ്ടായിരിക്കണം? എക്സ് ആൽഫയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് എക്സ് ഓഫ് ആൽഫനെ നമ്മൾ എക്സ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് ആൽഫാത്ത് കോർഡിനേറ്റ് ഓഫ് എക്സ് എന്ന് പറയും. ആൻഡ് എക്സിനെ നമ്മൾ അന്നേരം എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ എക്സ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ. അപ്പോൾ നമ്മൾ എക്സ് വൺ എക്സ് ടു എന്ന് എഴുതി, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് എഴുതാം, എക്സ് എ എക്സ് ബി എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഒരു ആർബിട്രറി നമ്പർ ഓഫ് എക്സ് ആൽഫാസ് വരുമ്പോൾ ഈ ഒരു രീതിയിൽ എഴുതും. ഇപ്പോൾ നമ്മൾക്ക് സീക്വൻസ് എങ്ങനെ എഴുതുന്നത്? എക്സ് ഐ സച്ച് ദാറ്റ് ഐ ബിലോങ്സ് ടു ദ നാച്ചുറൽ നമ്പർ സിസ്റ്റം എൻ. അതുപോലെ തന്നെ ഇവിടെ എന്നിന് പകരം എ കൊടുത്തു എന്ന് മാത്രം, ഐക്ക് പകരം ആൽഫ എന്നും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഈ ഫിഫ്ത്ത് വണ്ണിൽ വരുന്നത്. ആൻഡ് ആർ ക്രോസ് ആറിനെ നമ്മൾ R2 എന്ന് ഡിനോട്ട് ചെയ്യും. ഇഫ് എക്സ് ആൽഫ ഈസ് ഈക്വൽ ടു എ ഫോർ ഓൾ ആൽഫ ഇൻ എ, ദെൻ ദ പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ എക്സ് ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് പവർ എ ആയിരിക്കും. എ എന്ത് വേണമെങ്കിലും വരാം, ഫൈനൈറ്റ് ആവാം, കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് ആവാം, അൺകൗണ്ടബിൾ ആവാം. ഇനി നമ്മൾ പ്രൊജക്ഷൻ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. നമ്മൾ മുൻപേ എക്സാമ്പിളിൽ മുൻപേ എക്സ് ക്രോസ് വൈയിൽ ഡിഫൈൻ ചെയ്തിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആർബിട്രറി കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ദ മാപ്പിംഗ് പൈ ബീറ്റ ഫ്രം ദ പ്രൊഡക്റ്റ് പൈ ബീറ്റ ഈസ് എ മാപ്പ് ഫ്രം ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓൺ ടു
the betath coordinate of this Cartesian product. Pi beta എന്ന് പറയുന്നത് എന്താണ്? Which is a function from where to where? From the Cartesian product to betath coordinate of this Cartesian product. And it is defined by pi beta of x is equal to x beta. അതായത് എക്സിൻ്റെ ബീറ്റാത്ത് കോർഡിനേറ്റിലോട്ടോ മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പൈ ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് കോൾഡ് ആസ് ദ പ്രൊജക്ഷൻ മാപ്പിംഗ് ഓൺ ടു ദ ബീറ്റാത്ത് ഫാക്ടർ അല്ലേ. ഇതിലോട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ഒരു ജനറൽ കേസായിട്ട് അങ്ങ് കരുതിച്ചാൽ മതി. പ്രൊജക്ഷൻ മാപ്പിംഗ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് പ്രൊജക്ഷൻ മാപ്പിംഗ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം this Cartesian product onto the betath factor of this Cartesian product and sometimes we just say betath projection. Okay. പിന്നെ നമ്മൾക്ക് ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണെന്നതും അറിയാം അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ എക്സ് ബീറ്റയിൽ നിന്ന് ഏത് എലമെൻറ്റ് എക്സ് ബീറ്റ കൺസിഡർ ചെയ്താലും ഈ എക്സ് ബീറ്റ ബീറ്റാത്ത് കോർഡിനേറ്റ് ആയിട്ട് വരുന്നൊരു എക്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഫോർ ദിസ് എക്സ് പൈ ബീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബീറ്റ തന്നെയായിരിക്കും. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഓൺ ടു മാപ്പിംഗ് ഇഫ് ദ പ്രൊഡക്റ്റ് സ്പേസ് ഈസ് നോൺ എംപ്റ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾക്ക് എന്താണ് ഫസ്റ്റ് ബോക്സ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പ്രൊഡക്റ്റ് ടോപ്പോളജി ഓൺ ദ ആർബിട്രറി നമ്പർ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് എന്താണെന്ന് നോക്കാം. ഓൺ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ആർബിട്രറി നമ്പർ ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ് എന്താണെന്ന് നോക്കാം.